ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരു ഗ്രോസറി ഹോളാണ്. കോസ്കോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ഗ്രോസറി ഹോളാണ് കേട്ടോ. കുറേ അധികം ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പം കുറച്ച് എല്ലാവരും വീട്ടിലിപ്പം ഞാനും ഹസ്ബൻഡും മൂത്ത ആളും ഒക്കെ ഒരു മാക്രോസ് നോക്കിയിട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് ഉള്ളതുകൊണ്ടും ആ ഒരു ബേസായിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പം ഇത്രയും മീറ്റ് കഴിക്കത്തില്ലാത്തവരുണ്ടാവും, അവരതനുസരിച്ച് മാറ്റിയാൽ മതി. ഞാനത് മുന്നേ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് വീഡിയോയിൽ കുറച്ചും കൂടെ പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസ് ഭയങ്കര ബോറിംഗ് ആണ് അല്ലെങ്കിൽ യൂസ്ഫുൾ അല്ല എന്ന് തോന്നുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രോൾ ചെയ്തങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു തരത്തിലുള്ള ഒബ്ലിഗേഷനും ഇല്ല. നമ്മുടെ വീഡിയോസ് ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്നതാണ്. അങ്ങനെ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ലിങ്ക് ആഡ് ചെയ്യുകയോ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് വേണ്ടവർക്ക് കാണാം, വേണ്ടാത്തവർക്ക് കാണണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് നോക്കാം. മേജർലി ഉള്ള കുറച്ചധികം സാധനങ്ങളും മീറ്റ് റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ഞാൻ ആദ്യം കാണിക്കാം, എന്നിട്ട് വേണം അതൊക്കെ എടുത്ത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാനായിട്ട്. അപ്പം എൻ്റെ ഡയറ്റിൽ ഓൾമോസ്റ്റ് 110 grams ഓഫ് പ്രോട്ടീനും ഓൾമോസ്റ്റ് 1400 കാലറീസുമാണ്. കുറച്ച് കാലറി ഡെഫിസിറ്റ് ഉണ്ടാവും. പക്ഷേ അപ്പോൾ എൻ്റെ ഹൈറ്റും വെയിറ്റും ഒക്കെ ചോദിക്കുന്നവരുണ്ട്. എൻ്റെ നോക്കിയിട്ട് എൻ്റെ പോലത്തെ ഹൈറ്റും വെയിറ്റും ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. എൻ്റെ മെറ്റബോളിക് റേറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പേഴ്സണാണ്. അത് ചുമ്മാ ഇരിക്കുക എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഇതിലില്ലാത്ത ആളാണ് എന്ന് മാത്രമല്ല, എനിക്കൊരു ട്രെയിനറും കൂടിയുണ്ട്. നിങ്ങൾ എന്തായാലും കൺസൾട്ട് ചെയ്തിട്ടേ എന്തെങ്കിലുമൊക്കെ ഡയറ്ററി ചേഞ്ചസ് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് ഗ്രൗണ്ട് ബീഫാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് മീൽ പ്രപ്പും കൂടെ കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ബീഫാണ്. ഇതിലൊരു 100 grams ഓഫ് ഗ്രൗണ്ട് ബീഫിൽ 25 to 30 grams പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇത്രയും മേടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ബാച്ച് കുക്ക് ചെയ്ത് വെക്കും, പിള്ളേർക്ക് പാസ്തയിൽ ആഡ് ചെയ്യും. ഞാൻ ബീൻസിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബ്ലാക്ക് ബീൻസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബീൻസിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ ബ്ലാക്ക് ബീൻസ് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കോസ്കോയിൽ നിന്ന് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേന് ഞാനിപ്പോൾ ഇത് 2 തരത്തിൽ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പതുക്കെ കാണിക്കാം കേട്ടോ. ഇത് ഫ്രീസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫ്രീസ് ചെയ്യുന്നുണ്ടോയെന്ന്. ഞാൻ ഫ്രീസ് ചെയ്യാറില്ല. കാരണം എന്താ പറയുക, നമ്മുടെ വീട്ടിൽ എല്ലാവരും കൺസ്യൂം ചെയ്യുമ്പോൾ ഇത് തീരുട്ടോ. ഇതിപ്പം പ്രോട്ടീൻ റിക്വയർമെൻ്റ് ഉള്ളവർ മാത്രം നല്ലല്ലോ, നമ്മുടെ പിള്ളേർക്കും ഒക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എൻ്റെ പോലെ ലോ കാർബ് പറ്റാത്തതുകൊണ്ട് ഞാൻ അവർക്ക് റൈസിലും അല്ലെങ്കിൽ പാസ്തയിൽ പൈ അങ്ങനെയൊക്കെ ഷെപ്പർഡ് പൈ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ ഒക്കെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കും. അവർക്കത് ഇഷ്ടവുമാണ്. അപ്പോൾ ഗ്രൗണ്ട് ബീഫ് എന്ന് പറയണത് ഒരു സ്റ്റേപ്പിളാണ്, നമ്മൾ വീക്കിലി മേടിക്കുന്നതാണ്. ഞാൻ സാധാരണ കുറച്ച് ചെറിയ പാക്ക് വാൾമാർട്ടിൽ നിന്ന് സൂപ്പർ സ്റ്റോറിൽ നിന്നാണ് മേടിക്കുക. പക്ഷെ എനിക്കിപ്പം ബാച്ച് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ, നെക്സ്റ്റ് വീക്കിലല്ല നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സിൽ ഞാൻ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഡെയിലി നിന്നിട്ട് ഓരോ ദിവസവും അങ്ങാടി പോയി സാധനം മേടിച്ച് ഉണ്ടാക്കി അതിനുള്ളൊരു സാവകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഗ്രൗണ്ട് ബീഫ് ഇങ്ങനെ മേടിച്ചു വെക്കുന്നത്. നിങ്ങൾ ഒരാൾ സിംഗിളായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മേടിച്ചിട്ട് മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചാലും കുറച്ച് മേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് തിലാപ്പിയയുടെ ഫില്ലറ്റ്സ് ആണ്. ഇതും ഒരു ഫില്ലറ്റിൽ ഒരു 100 to 150 gram ഉള്ള ഒരു ഫില്ലറ്റിൽ 25 അടുപ്പിച്ച് പ്രോട്ടീൻ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ന്യൂട്രീഷൻ ആപ്പുകൾ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കോച്ചിങ്ങിൽ നിന്ന് അവിടെ നിന്നുള്ള ആപ്പുണ്ട്. അതല്ലാണ്ട് തന്നെ ഫിറ്റ്നസ് പാൽ അങ്ങനത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന കുറേ വേറെ തരത്തിൽ ആപ്പുകളുണ്ട്. ഇനി നിങ്ങൾ ആപ്പൊന്നും വേണ്ട. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ഏത് മീനാണ് ഏത് ഇറച്ചിയാണെന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതുക. അതിൻ്റെ ഈച്ച് 100 grams എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക, ചാറ്റ് GPT എവിടെയെങ്കിലും കൊടുക്കുക, അത് എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് കണക്ക് കൂട്ടിയിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇതിന് ആപ്പൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ബേക്കിയാണ് ചെയ്യേണ്ടത് തിലാപ്പിയ. അത് ഞാൻ ഇപ്പം അതും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കത്തില്ല. ബേക്ക് ചെയ്തിട്ട് എത്രയും നമുക്ക് ഒറ്റയടിക്കൊന്നും കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാനും മേടിക്കുമ്പം പിള്ളേർക്കും കൂടെ കഴിക്കാൻ പറ്റണ നോക്കിയിട്ടാണ് മേടിക്കുന്നത്. തിലാപ്പിയയുടെ ഫില്ലറ്റ് ബേക്ക് ചെയ്ത് ഇവർ കഴിക്കും. ഗ്രൗണ്ട് ബീഫ് തോമസും നല്ലോണം കൺസ്യൂം ചെയ്യും, ഞാനും പിള്ളേരും നമ്മളെല്ലാവരും കൺസ്യൂം ചെയ്യും. ഒരാൾ മാത്രം കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക കുറേ ദിവസം ഇത് കഴിച്ചുള്ളൂ എന്ന് തോന്നുക.
അതുപോലെ തന്നെ ചിക്കനും. കാരണം നമ്മൾ 3 സമയം കഴിക്കുള്ളൂ. ഒരു സമയത്ത് ഏതെങ്കിലും ഒരു മീറ്റാണ് മെയിൻലി നമുക്കുള്ള പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത്. 100-110 ഒക്കെ എനിക്ക് എത്തിക്കണമെങ്കിൽ തോമസിന് അതിനേക്കാളിലും കൂടുതൽ റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പം ഇത് ഈ ചിക്കൻ തൈ ഞാൻ 2 തരത്തിൽ മാരിനേറ്റ് ചെയ്യും കേട്ടോ. ഫുൾ ഒറ്റ ഇതായിട്ട് മാരിനേറ്റ് ചെയ്യാണ്ട് കുറച്ച് സ്റ്റിർ ഫ്രൈക്കും കുറച്ച് അല്ലാണ്ട് മാരിനേറ്റ് ചെയ്യും. ഈ ഷ്രിമ്പ് ഉണ്ടല്ലോ, ചിക്കനിലും 100 ഗ്രാംസ് ചിക്കനിൽ ഒരു 30 ഗ്രാംസോളം പ്രോട്ടീൻ ഉണ്ടെന്നാണ് ഈ ഒരു കോസ്കോയുടെ ഒരു ചിക്കൻ തൈയിൽ തന്നെ നല്ലോണം പ്രോട്ടീൻ ഉണ്ട്. ചിക്കൻ തൈയോ ചിക്കൻ ബ്രസ്റ്റോ അത് നമുക്ക് അടിച്ചു കൊടുത്താൽ കാണാൻ പറ്റും എത്രയാ നമുക്ക് കഴിക്കേണ്ടതെന്നുള്ളത്. 100 ഗ്രാംസ് ഓഫ് മീറ്റിലുണ്ടെന്നാണ് 30 ഗ്രാംസ് ഉണ്ട്. പിന്നെ പാറ്റി ബർഗർ ആണ് കേട്ടോ, ബീഫ് ബർഗറാണ്. വേറെ കുറേ ഷുഗർ അങ്ങനത്തെ അതൊന്നും ആഡ് ചെയ്യാത്തതാണ്. ഇതിൽ 23 ഗ്രാംസ് ഉണ്ട്. ഒരു പാറ്റിയിൽ 23 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്. ഇതിനപ്പുറത്തിരിക്കുന്ന ഷ്രിമ്പ് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഷ്രിമ്പ് ഫ്രോസനാണ് മേടിക്കുക. തോമസിന് അലർജി ഉള്ളതുകൊണ്ട് പിള്ളേർക്കും ഭയങ്കര, അപ്പയ്ക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അലർജി വരുമോ എന്നൊരു ഭയം കൊണ്ട് എനിക്ക് അവരെ അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ വേണ്ടി താല്പര്യമില്ല. ബാക്കി പാറ്റീസൊക്കെ ഇത്രയും പാറ്റി ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തർ ഓരോ പാറ്റി കഴിച്ച് കഴിയുമ്പം തന്നെ പെട്ടെന്ന് അത് തീരും കേട്ടോ. ഞാൻ പാനിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ എയർ ഫ്രയറിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷ്രിമ്പും ഈ ബർഗർ പാറ്റിയും ഫ്രോസൺ ആണ്. അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഫ്രീസറിലോട്ട് വെച്ചു. അധികം നേരമൊന്നും പുറത്ത് വെച്ചുകൊണ്ടിരിക്കരുത്. അതിനുശേഷം പിന്നെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി വീഡിയോ എടുക്കുന്നത്. എഗ് വൈറ്റ്സും. അപ്പം എഗ് വൈറ്റ് നമ്മൾ അധികം മേടിക്കാത്തൊരു സാധനമായിരുന്നു, കാരണം എഗ്ഗും തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് സ്ഥിരമായിട്ട് എഗ്ഗിൻ്റെ കൂട്ടത്തിൽ എഗ് വൈറ്റും കൂടെ മേടിച്ചു തുടങ്ങിയത്. അപ്പോൾ 2 എഗ്ഗും പിന്നെ അതിലൊരു 1/3 കപ്പ് എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുക. നമ്മുടെ ഡയറ്ററി അല്ലെങ്കിൽ ഗ്രോസറിയിൽ ഭയങ്കരമായ മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു പുതുമയുള്ള സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ നമ്മൾ കുറച്ച് ഇൻറ്റൻഷണൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. കുറച്ച് വിപ്പിംഗ് ക്രീം മേടിച്ചിട്ടുണ്ട്, കാരണം പനീർ മേടിച്ചു. എനിക്ക് പനീറിൻ്റെ കറി ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ സ്ഥിരം ആഴ്ചയിൽ വെക്കണ സാധനമാണ്. പക്ഷേ ഞാൻ കറി കഴിക്കാറില്ല പനീറിൻ്റെ. പിന്നെ ഭയങ്കര ഒരു പ്രോട്ടീൻ സോഴ്സ് ഒന്നും ഇല്ല കേട്ടോ. 7 ഗ്രാംസ്, നമ്മളൊരു 20 ഗ്രാംസ് ഒക്കെ പനീറിൽ നിന്ന് പ്രോട്ടീൻ എത്തണമെങ്കിൽ കുറേ എമൗണ്ട് കൂടുതൽ കഴിക്കേണ്ടി വരും. പക്ഷെ നമുക്കിത് മറ്റ് സാധനങ്ങളുടെ കൂട്ടത്തിൽ ബ്ലാക്ക് ബീൻസ് പോലെയുള്ള സാധനങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് ആഡ് ചെയ്തൊരു വെറൈറ്റിക്ക് വേണ്ടി കഴിക്കാം. അപ്പോൾ അതിനൊപ്പം തന്നെ ചീസ്, ബട്ടർ അങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചു. ആ ക്രീം എന്ന് പറയുന്നത് ഞാൻ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു ഷാലറ്റ്, മെഡിറ്ററേനിയൻ ഷാലറ്റ് ഇത് പറഞ്ഞൊരു ഡ്രസ്സിങ് അല്ല മാരിനേറ്റ് ചെയ്യുന്ന സാധനം ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫ്രൂട്ട് പിള്ളേർക്ക് വേണ്ടി മേടിച്ചു. കോക്കനട്ട് ഓയിൽ സാധാരണയായിട്ട് എന്താ പറയുക, നമ്മുടെ ഈ കോസ്കോയുടെ ഇതിന് മുമ്പുള്ളതൊക്കെ യെല്ലോ കവറായിരുന്നു. ഞാൻ കുറച്ച് എൻ്റെ സ്റ്റോക്കൊക്കെ തീർന്നിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ ആ പച്ച ഇതിലിരിക്കുന്നു. പക്ഷേ കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളാണ് എനിക്ക് ഈ കോസ്കോയുടെ അവക്കാഡോ മേയോ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് ഈ മേടിക്കുന്ന സാധനങ്ങൾ തന്നെ മേടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. ഒരു സാധനം മേടിച്ചാൽ അത് തന്നെ മേടിക്കുള്ളൂ, വേറെ മാറി മേടിക്കാൻ എൻ്റെ ബ്രെയിൻ എന്നെ സമ്മതിക്കില്ല. പക്ഷേ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാമെന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രെയിൻ അത് കേൾക്കണം. അപ്പം ഞാൻ അവക്കാഡോ മേയോ മേടിച്ചിട്ടുണ്ട്, ഇനി ട്യൂണ സാലഡ് ഇടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സൂപ്പർ പ്രോട്ടീൻ സോഴ്സാണ് ഗ്രീക്ക് യോഗട്ട്. 17 ഗ്രാംസ് ഉണ്ട് ഇതിൻ്റെ ഒരു സെർവിങ്ങിൽ. ഞാൻ വീട്ടിലുണ്ടാക്കാറാണെങ്കിൽ ഈ ഗ്രീക്ക് യോഗട്ടിൻ്റെ ഇത് യൂസ് ചെയ്യും. പക്ഷേ ഹൈ പ്രോട്ടീൻ ഫെയർ ലൈഫിൻ്റെ മിൽക്ക് മേടിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രീക്ക് യോഗട്ട് പുറത്തുനിന്ന് തന്നെ മേടിക്കുക. കാരണം അതിന് പ്രോട്ടീൻ എനിക്ക് പിന്നെ മെഷർ ചെയ്ത് എത്രയുണ്ടെന്നൊരു സംശയം വരുന്നതുകൊണ്ട്. ബ്രോക്കലി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഹാഫ് ഞാൻ ഒലിവ് ഓയിലും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടൊന്ന് ഇച്ചിരി സീസണിങ് ഒക്കെ ഇട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് മേളിൽ ഇത്തിരി ചീസ് സ്പ്രെഡ് ചെയ്ത് നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചീസ് ഇല്ലാണ്ടാണ് ഞാൻ കഴിക്കുക. പിന്നെ ഫ്രഞ്ച് ബീൻസ് നമ്മുടെ മെഴുക്ക് വരട്ടി പോലെ വയ്ക്കും. ഞാനധികം ഡേറ്റ്സ് കഴിക്കാറില്ല, കാരണം ഒന്നാമത് നമ്മൾ നിറയെ പ്രോട്ടീൻ ഇതായിട്ട് കഴിക്കുമ്പോഴത്തേന് ആ ക്രേവിംഗ് എന്ന് പറഞ്ഞ സാധനമേ പോകട്ടോ. ഇനിയിപ്പോൾ ഭയങ്കര ക്രേവിംഗ് വന്നാൽ കുറച്ച് ഇത് കഴിക്കാം. പോപ്കോൺ പിള്ളേർക്ക് വേണ്ടി മേടിച്ചാൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് നമ്മുടെ കോക്കനട്ട് മിൽക്ക് സ്റ്റ്യൂ ഉണ്ടാക്കണം അടുത്ത ആഴ്ച. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കോക്കനട്ട് മിൽക്ക് നല്ല ഗുണമാണ്. അതിനകത്തുണ്ടോ വളരെ കുറച്ച് ഷുഗറേ ഉള്ളൂ. ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ അവർ സ്വീറ്റൻഡ് ഒന്നും സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്
ഒരാഴ്ചത്തേക്കുള്ളതേ ഉള്ളൂ. കണ്ടാൽ കുറേ ഫുഡ് ഉണ്ടെന്ന് തോന്നും, എങ്കിലും നമ്മൾ 4 പേര് 3 ടൈംസ്. പിള്ളേർക്കൊന്നും ഞാൻ അങ്ങനെ പ്രോട്ടീൻ മെഷർ ചെയ്തൊന്നും അല്ല കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ ഒരാൾ 10-17 വയസ്സ് ആവാറായി, അപ്പോൾ അവൻ ബോഡി ബിൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് അവന് ആവശ്യത്തിന് പ്രോട്ടീൻ വേണം. പിന്നെ അതുപോലെ തന്നെ ചെറുതും ഓട്ടവും ചാട്ടമൊക്കെയാണ്. നമ്മളെപ്പോഴും എന്തായാലും എഗ് എല്ലാ ദിവസവും ഉണ്ടാവും. വൈകുന്നേരമുള്ള ഫുഡിൽ മീറ്റ് ഉണ്ടാവും. സ്കൂളിൽ പോകുമ്പോഴാണ് ഞാൻ ബീഫ് പാസ്ത വെറുതെ ഇങ്ങനെ സോസിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാണ്ട് അതിനകത്ത് നല്ലോണം മീറ്റ് ആഡ് ചെയ്യും. ചിലപ്പോൾ ബേക്ക് ചെയ്ത ചിക്കൻ ഉണ്ട്, അതിങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യും. അതല്ലെങ്കിൽ ബീഫ് ഓൾറെഡി നമ്മൾ ഇത് ചെയ്യുമല്ലോ, ആ സമയത്ത് ആഡ് ചെയ്യും. പിന്നെ ഈ മീൽ പ്രപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് എന്നുള്ള വാക്ക് ഒരു നെഗറ്റീവ്, ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ സ്റ്റാർവ് ചെയ്യുന്ന പോലത്തെ അങ്ങനെ ഒരു ബ്രെയിൻ ഇത് ഒത്തിരി പേര് പറഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് ഡയറ്റ് നോക്കുവാന്ന്. പക്ഷേ ദിസ് ഇസ് നോട്ട് അങ്ങനത്തെ എന്തോ ഒരു എക്സ്ട്രീം നമ്മളെ ഇങ്ങനെ ഡിപ്രൈവ് ചെയ്യുന്ന ഡയറ്റ് അല്ല. ഭയങ്കര ഡെലീഷ്യസ് ആണ്, ഇഷ്ടംപോലെ ഫുഡ് കഴിക്കുന്ന ഒരു തരം ഡയറ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് അല്ല, ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ റെഡി ടു ഈറ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് ഫുഡിലോട്ട് പോകും. കാരണം ഇപ്പം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഓർഡർ ചെയ്താൽ എന്തായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുക? ബിരിയാണി, റൈസ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവില്ലേ. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇത് പിറ്റേ ദിവസമുണ്ട്. അന്ന് എനിക്ക് പിന്നെ ഭയങ്കര മടിയായിരുന്നു. അതിൽ പിറ്റേ ദിവസമായി എനിക്ക് എൻ്റെ ഒരു വലിയ വോക്കുണ്ട്. അത് ഒരു വോക്കും ഒരു ഇരുമ്പിൻ്റെ വേറൊരു പാത്രം കാസ്റ്റേണിൻ്റെ, അതിൽ രണ്ടിലുമായിട്ടാണ് ഞാൻ 2 തരത്തിൽ കുക്ക് ചെയ്ത് വെക്കാം, ബോറടിക്കാതിരിക്കാനായിട്ട്. അപ്പം ഒന്നുമില്ല, ഞാൻ ലീൻ മീറ്റാണ് മേടിച്ചത്. എക്സ്ട്രാ ലീൻ അല്ല, ലീൻ മീറ്റായിരുന്നു മേടിച്ചത്. അത് ഞാനൊന്ന് ബ്രൗൺ ചെയ്യുക. ജസ്റ്റ് നമ്മൾ ആ പാത്രത്തിലിടുക, എന്നിട്ട് പതുക്കെ നിന്ന് ഇളക്കി ഒന്ന് ബ്രൗൺ ചെയ്യുക. ബ്രൗൺ കളറായപ്പോൾ ഞാൻ ഇത്തിരി പാപ്രിക്ക ഇട്ടു, ഇത്തിരി കുരുമുളക് പൊടിയാണ് ഇട്ടത്, ഉപ്പിട്ടു അതിനകത്തോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനൊപ്പം തന്നെ ഇത്തിരി ഒനിയൻ ആൻഡ് ഗാർലിക് പൗഡർ ഇടാം. എൻ്റെ കയ്യിൽ ഗാർലിക് പൗഡർ തീർന്നു പോയാണ്, അപ്പോൾ ഞാൻ കണ്ട ഒനിയൻ പൗഡർ ഇട്ടു. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ നില പോയപ്പോൾ അത് മേടിക്കാനേ വിട്ടുപോയി കേട്ടോ. ഇനിയിപ്പോൾ ഗാർലിക് അല്ലെങ്കിൽ മിൻസ് ചെയ്തിട്ടാലും മതി, ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയാലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാലറ്റുള്ള നാക്കിന് എന്താണോ ടേസ്റ്റ് ഉള്ളത് അത് ചെയ്യാം. പിന്നെ ഇറ്റാലിയൻ സീസണിങ് ഒക്കെ ഇട്ടാൽ ആ ഒരു ഫ്ലേവർ വരും. ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടേക്കുന്ന ഉപ്പ്, കുരുമുളക് പൊടി, പാപ്രിക്ക, സ്മോക്ക് പാപ്രിക്ക, പിന്നെ ഈ ഒനിയൻ പൗഡർ, ഇത്ര സാധനങ്ങൾ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് വെന്ത് കേട്ടോ. ഈ ഒരു ഗ്രൗണ്ട് ബീഫ് ഒന്ന് ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടൊക്കെ ഇരുന്നാൽ അത് വെന്തോളും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിക്സ്ഡ് ഇതുണ്ടല്ലോ, ക്യാപ്സിക്കം, അത് റെഡ് പെപ്പറല്ല, മിക്സ് ബെൽ പെപ്പേഴ്സ് ഞാൻ ഫ്രോസൺ മേടിച്ച് വയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ അത് അരിയാനും പിടിക്കാനും പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനമല്ല. അപ്പോൾ ഫ്രോസൺ ആണെങ്കിൽ ചീത്തയാവില്ല. ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഇട്ട് അതൊക്കെ ഇനി ഒന്നും കൂടെ വെന്ത് വരട്ടെ. ഇനി ഇപ്പുറത്ത് വേറൊരു പാനിൽ ഞാൻ അതേ റെസിപ്പി, അതേ സാധനം തന്നെ, അതേ പൗഡറുകൾ ഇതൊക്കെ ഇട്ടു. ഉപ്പും കുരുമുളകും കുറച്ച് പെപ്പറിക്കയും ഓനിയൻ പൗഡറൊക്കെ ഇട്ടൊന്ന് റെഡിയായി വന്നപ്പോഴത്തേന് അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസും കുറച്ച് ക്യാരറ്റും, അതും ഫ്രോസൺ ആയിട്ട്, നമ്മൾ ഈ ശരിക്കും ഷെപ്പേർഡ് പൈ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ഇടുന്ന പോലെ തന്നെ, പക്ഷേ സോസും മറ്റു കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. അതിനകത്തുനിന്ന് വരുന്ന വെള്ളമൊക്കെ പറ്റിട്ട് ഞാൻ ഇതിനകത്തുനിന്നുള്ള ഫാറ്റ് ഊറ്റി കളയുന്നൊന്നുമില്ല. അതിങ്ങനെ അതിനകത്ത് കിടന്നും വറന്നതുപോലെ വരട്ടെ. വേറെ എണ്ണ ബട്ടറൊന്നും നമ്മൾ ഒഴിക്കണ്ട, കാരണം നമ്മുടെ ഈ ഒരു ലീൻ മീറ്റിൽ നിന്ന് വരുന്ന കുറച്ച് ഫാറ്റ് ഉണ്ടാകും. ഇനി നിങ്ങൾക്ക് ഫാറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്തെങ്കിലും ഗോൾ ബ്ലാഡർ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാറ്റ് നിങ്ങളോട് ഊറ്റി കളയണം എന്നാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ചെയ്യാട്ടോ. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതിനകത്ത് കിടന്ന് നല്ലോണം ഫ്രൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള വെജിറ്റബിൾസാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതിൽ ഭയങ്കര മാക്രോസിൽ ഭയങ്കര വ്യത്യാസം വരത്തില്ല കേട്ടോ. പിന്നെ അതവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ തിലാപ്പിയ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. അതിന് ഞാൻ ഇത്തിരി ഉപ്പുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ഇത് ഒലിവ് ഓയിൽ മാത്രമാണ് തേച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളത് കൊണ്ട് ഞാൻ ലെമണൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം ഞാനിതെല്ലാം കൂടെ ഒറ്റയടിക്ക് ബേക്ക് ചെയ്തിട്ട് ഒറ്റ ദിവസം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുളിയുള്ള സാധനം പിടിച്ചിരുന്നതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നിങ്ങൾ 1-2 തിലാപ്പിയ മേടിക്കുന്നെങ്കിൽ
ഇതിനകത്തോട്ട് ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ മതി. ആ ഒരു പുളിപ്പ് നമുക്ക് നല്ല ഒരു ടേസ്റ്റ് തരും കേട്ടോ ഈ ഒരു ടിലാപ്പിക്ക്. ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, പകരം ഞാൻ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുമല്ലോ, ആ സമയത്ത് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും, ലെമണോ ലൈമോ എന്തെങ്കിലും, ആ ഒരു പുളി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഭയങ്കര വെള്ളത്തിലൊന്നും നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കണ്ട. ആ ഒരു ഒലിവ് ഓയിൽ ഇതിനൊരു ആ ഒരു കുഴമ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ സ്നേഹത്തോടെ മസാജ് ചെയ്ത് പിടിക്കുക. ഈ ഒരു മീൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ ഭയങ്കര ഡെലിക്കേറ്റ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതിന് കൂടുതലും മല്ല് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒടിഞ്ഞ് പൊട്ടിയൊക്കെ പോവും. അപ്പോൾ ഓരോന്നായിട്ട് അതിൻ്റെ മേളിൽ ഇത് 2 സൈഡിലും ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ മാരിനേഷൻ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, പലതരത്തിലുള്ള ഫിഷ് മാരിനേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം എല്ലാം ഒറ്റയടിക്ക് ചെയ്യണം. എയർ ഫ്രൈയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഞാനിപ്പം എന്തായാലും നമ്മുടെ വലിയ ഓവനിൽ തന്നെ, കൺവെൻഷണൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു തിരി കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മണത്തിനൊരു ചെറിയ ശമനം ഉണ്ടാവും, ഒരു ചെറിയ ആശ്വാസം. എന്നാൽ എക്സോസ്റ്റൊക്കെ ഓൺ ചെയ്തു. ബേക്കിംഗ് ട്രേയിൽ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, കാരണം അതിങ്ങനെ എങ്ങാനും ഒന്ന് അടിയിൽ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഈ ഒരു ഫില്ലറ്റും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് പിള്ളേർക്കും ഇഷ്ടമുള്ളതായതുകൊണ്ട് ഒത്തിരി ദിവസമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണവും വീട്ടിലെ ആളുകൾ ഇപ്പം മീൻ കഴിക്കാത്തവരുടെ വീട്ടിൽ ഇത് തോമസ് കഴിക്കില്ല കേട്ടോ ഫിഷ്. പുള്ളിക്ക് ഫിഷ് ഭയങ്കര ഒരു അലർജി ഉള്ളത് ഷ്രിമ്പിന്. പക്ഷേ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്തോ സംഭവിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. പക്ഷേ പിള്ളേർ 2 പേരും കഴിച്ചോളും. ഞാൻ അവരെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 400 ഡിഗ്രിയിൽ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ മറ്റുണ്ടാക്കിയ സാധനം തണുത്തിരുന്നു, അതൊക്കെ ഞാൻ എടുത്ത് വേറെ പാത്രങ്ങളിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കി ഇനി 1-2 സെർവിങ്ങിനുള്ള പോലെ ആക്കുക. ഇനി അങ്ങനെയല്ല ഒരു വലിയ പാത്രത്തിലാക്കുന്നെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തവി ഉപയോഗിച്ച് വേണം എടുക്കാം. കുത്തി ഇളക്കിയിട്ടൊന്നും നമ്മൾ എടുത്ത് വെക്കരുത് കേട്ടോ. 400 ഡിഗ്രി ഫാരൻഹൈറ്റ് ആയി എന്നായപ്പം ഞാൻ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ബേക്കിലും 5 മിനിറ്റ് ബ്രോയിൽ, അതാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം ഫിഷ് ഇങ്ങനെ ഭയങ്കര വേവില്ല. രണ്ടാമത് ഇതിങ്ങനെ റബ്ബർ പോലെ അല്ലെങ്കിൽ ആ ഒരു കണ്ടമാനം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ കുക്കിംഗ് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പത്തേന് ആ ബേക്ക് ഓപ്ഷനും ഓഫ് ആയിക്കോളും. ഇനി എന്തെങ്കിലും കാരണവശാൽ എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്ത കാര്യത്തിലോട്ട് പോകുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊന്നും അവിടെ കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ വെന്തുണ്ട്. കാരണം ആ ഒരു ഫ്ലേക്കായിട്ട് വരുന്ന അത് ഒരു വേവായിട്ടുണ്ട്. പക്ഷേ ഇത്തിരി കൂടെ മൊരിയണം, ഇവർക്ക് എന്തായാലും ഇത്തിരി മൊരിയണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് നമ്മൾ തന്നെ കഴിക്കാനല്ലോ, എല്ലാവർക്കും കൂടെ കഴിക്കേണ്ടതായതുകൊണ്ട് ഇനിയിപ്പം ഇത് കഴിഞ്ഞാൽ വറന്നതുപോലെ ആവില്ല കേട്ടോ. അപ്പം എനിക്കറിയാം ഇത് സോഫ്റ്റ് ആയിന്ന്, പക്ഷെ ഞാനത് മറിച്ചിടാനൊക്കെ പറ്റുമോ എന്നൊന്നും നോക്കിയത് ഇങ്ങനെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ഡെലിക്കേറ്റായിട്ട് സ്നേഹത്തോടെ ഇവനെ കൈകാര്യം ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മറിച്ചൊന്നും ഇടണ്ട, അതിൻ്റെ അടിയിൽ വേവുന്നത് അടിമൊരിയില്ല കേട്ടോ, കാരണം നമ്മൾ മറിച്ചിടാത്തതുകൊണ്ട്. പക്ഷെ മേള് മൊരിഞ്ഞ് ഇട്ടിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 മിനിറ്റ് 400-ൽ ബേക്ക് ഓപ്ഷൻ ഇട്ടു. ഇനി ഞാൻ 5 മിനിറ്റ് ബ്രോയിൽ ഹൈയിൽ ചെയ്യും. ഹൈയിലോ ലോയിലോ നമുക്ക് ബ്രോയിൽ ചെയ്യാമല്ലോ, ഹൈയിൽ ചെയ്യും. എന്നിട്ട് ഇത് ആയി കഴിയുമ്പം ഓരോ പോർഷനായിട്ട് വയ്ക്കും. അപ്പം ഞാൻ 3 എണ്ണം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കാകും. ഐസക്ക് അതിൻ്റെ മുഴുവൻ കഴിക്കില്ല കേട്ടോ. ഒരെണ്ണത്തിൻ്റെ മുഴുവൻ അതിൻ്റെ ആവശ്യമില്ല, അവനെ കൊണ്ട് കഴിക്കാൻ പറ്റത്തുമില്ല. പക്ഷേ ഇമ്മാനുവലും ഞാൻ ഓരോന്ന് കഴിച്ചോളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിനെ പോർഷനായിട്ട് എടുത്ത് മാറ്റി വെക്കും. 2 to 3 days ഒക്കെ ഇത് ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നോളൂ കേട്ടോ. ഇത് ഈ പറഞ്ഞ എന്ത് സാധനമാണെങ്കിലും. ഇനിയിപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞും വേണം നമുക്ക് ഫ്രീസറിൽ വെക്കാം, പക്ഷെ അതിന് മാത്രമുള്ള എമൗണ്ട് ഇല്ല ഇത്. ഇപ്പോൾ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് ഇതിനിടയ്ക്ക് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് ചിലപ്പോൾ ആളുകൾ ചോദിക്കും ഇത് ഒരു ദിവസത്തെ തന്നെയാണോ എന്ന്. ഒരു ദിവസത്തെ തന്നെയാണ്. ഡ്രസ്സ് മാറിയെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു സ്വെറ്റർ ഭയങ്കര ചൂടെടുത്തു കേട്ടോ. അപ്പം നമ്മൾ കുക്ക് ചെയ്യല്ലേ, അപ്പം ഞാൻ പോയിട്ട് എന്തായാലും എനിക്കൊന്ന് നടക്കാൻ പോകണം താഴെ നമ്മുടെ ഇതിൽ തന്നെ. ഞാനിന്ന് പുറത്ത് നടക്കാൻ പോയില്ല, മഴയായിരുന്നു. അതുകൊണ്ട് ഞാൻ ടോപ്പ് മാറിയിട്ട് ഇതിനിടയ്ക്ക് ഓണത്തിനിടയ്ക്ക് പൂട്ട് കച്ചവടം പോലെ ഇത് പറയുന്നതിൻ്റെ കാര്യം നമുക്ക് തന്നെ അത്ഭുതം വരും, ആൾക്കാർ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം സെയിം ഡേ സെയിം ബേക്കിംഗ് സെയിം സാധനം.
ഈ അതിനകത്ത് എണ്ണ ഇങ്ങനെ അടിയിലുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒലിവ് ഓയിൽ മേളിലും താഴൊക്കെ ഒഴിച്ചത് അതെല്ലാം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടിരിക്കില്ല. അതായത് കണ്ടോ ഇങ്ങനെ ഒന്ന് ഫ്ലേക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കിന് നല്ല ഇതായിട്ട് തിലാപ്പിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇഷ്ടമാവുള്ളൂ കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുക ഇതൊക്കെ അന്നന്ന് കുക്ക് ചെയ്ത് കഴിച്ചാൽ പോരെയെന്ന്. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ കംഫർട്ട് ഫുഡിലേക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡിലേക്ക് ഡിഫോൾട്ടഡ് ആയി പോകും. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്, നമ്മളത് മെഷർ ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. 3 ഡേയ്സിനുള്ള ലഞ്ചും ഡിന്നറും എന്നുള്ള രീതിയിൽ, ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ പ്ലാൻ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്കുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ നമ്മൾ ആ ഒരു എന്താണോ കഴിക്കണ ആ ഒരു മാക്രോസൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യട്ടോ. വർക്ക് ചെയ്യുന്ന ദിവസം ചെയ്യാൻ പറ്റുന്ന വരില്ല, ഏതെങ്കിലും ഒരു സമയത്ത് 1 മണിക്കൂർ കണ്ടുപിടിച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്താ പറയുക, 1-2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ എന്തായാലും കമൻറ്റിൽ പറയുക. അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.